ടാക്സി ടാക്സി. ടാക്സി 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 നിക്കണേ സിസ്റ്റർ ഞാൻ ടാക്സി കാണിച്ചേ What do you want? This is my taxi. You take another taxi. ഞാൻ കൈ കാണിച്ചിട്ടാ വണ്ടി നിർത്തിയത്. അയ്യോ മലയാളിയാണല്ലേ. അതെ ഞാൻ 1 മണിക്കൂറായി റോഡിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് കൈ കാണിക്കാൻ തുടങ്ങിയിട്ട്. ടാക്സി പിടിച്ചു പോകാൻ ഞാൻ അങ്ങനെ വലിയ ആളായിട്ടൊന്നുമില്ല. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ഓട്ടോറിക്ഷ സമരമാ. അതിന് അയ്യോ വഴക്കിന് വരല്ലേ. എനിക്ക് ഇവിടെ ഈ സിറ്റിയിൽ വലിയ പരിചയമില്ല. എന്റെ നാട് പട്ടാമ്പിയാണ് രാജ്യം. അതിന് ഞാൻ എന്ത് വേണം? ഒന്നുകിൽ നിങ്ങൾ എന്നെ ഇതിൽ പോകാൻ അനുവദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ ഇറക്കണം. വേണോ മാട്കൊള്ളി ഞാൻ പോകಬೇಕು. ഈ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നെ എന്തോ ചീത്ത പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ എന്തിനാ വെറുതെ ചീത്ത ഏൽപ്പിക്കണേ? നിങ്ങൾക്ക് എവിടെയാ പോണ്ട? അഡ്രസ് എന്റെ ഉണ്ട്. ബസവൻകുടി. അഡ്രസ് കയ്യിലുണ്ടല്ലോ, എന്നാ പിന്നെ വേറെ ടാക്സി പിടിച്ചിട്ട് പോണം. അയ്യോ അങ്ങനെ പറയരുത്. ഈ അഡ്രസ്സുമായിട്ട് 1 മണിക്കൂറായി ഞാൻ ഓടി നടക്കാണ്. ടാക്സി പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഞാൻ ഒരു പാവമാണ്. ശരി ശരി ശരി. പിന്നെ എന്നെ ആദ്യം വിടണം. ಓ ಆಯ್ಕೋಟೆ ಆಯ್ಕೋಟೆ ಓಕೆ. ಮುಂದೆ ಜಯನಗರ್ ಹೋಗಿ ಆಮೇಲೆ ಇವ್ರನ್ನು ಬೆಸಂಗುಡಿ ನೆಲ್ಲಿ ಬಿಟ್ಬಿಡು. ಆಗಿಲ್ಲ ಮ್ಯಾಮ್. മുമ്പിലിരുന്നാ പോരെ? മതി മതി. ഇതിട്ടെ ആക്കി ഇതിട്ടെ. ഈ പക്ക ಹೋಗು. വല്ലാതെ തണുപ്പല്ലേ. അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു കേശവൻകുട്ടിയോട് പറയണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞു. മറന്നുകൊണ്ടൊന്നുമില്ല. അയാൾക്കൊക്കെ ഇപ്പൊ എവിടാ സമയം. വലിയ ബിസിനസ് ഒക്കെ ഉള്ള ആളല്ലേ. ഇങ്ങോട്ട് കേറിപ്പോരെ, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അമ്മയുടെ മനസ്സിലിപ്പോഴും ആ പഴയ കള്ളവണ്ടി കയറി വന്ന ആശാരിച്ചെറുക്കന്റെ രൂപ. പിന്നെ ലക്ഷ്മിയേട്ടത് എന്നോട് പറയും, നിന്റെ മുഖത്ത് നോക്കി ആർക്കും ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. അത് തന്നെയല്ലേ നിങ്ങളിപ്പോ എന്നെ വണ്ടി കയറ്റിയതും അല്ലേ? പിന്നെ ഈ പണി എന്നൊക്കെ പറഞ്ഞ പ്രീഡിഗ്രിയും ടൈപ്പും ഒക്കെ കഴിഞ്ഞതാണേ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. കേശവൻകുട്ടി പറഞ്ഞിരുന്നു ജീവിക്കാൻ എന്തെങ്കിലും, പിന്നെ നാട്ടിൽ അമ്മയുടെ പേർക്ക് എന്തെങ്കിലും അയക്കാൻ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മിക്കവാറും ഹോട്ടലിലായിരിക്കും പണി. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ അറിയിക്കില്ല. ആരാന്റെ എച്ചിൽ പാത്രം കഴുകിയാണ് മകൻ പണം അയക്കണം എന്ന് പറഞ്ഞാൽ ആ പണം അമ്മ കൈകൊണ്ട് തൊടുകയില്ല. മാത്രമല്ല പടിഞ്ഞാറ്റയിൽ ഇരുട്ടിപ്പോയിരുന്ന് അമ്മ കരയുകയും ചെയ്യും. നാട്ടിൽ തന്നെ വല്ലതും ട്രൈ ചെയ്യായിരുന്നില്ലേ? ജോലി ട്രൈ ഒക്കെ ഒരുപാട് ചെയ്തിരുന്നു. ഗൾഫിലേക്ക് പോകാൻ ബോംബെയിൽ കുറെ നാൾ പോയി കിടന്നു. ഈ വേഷവും പരിഷ്കാരവും ഒക്കെ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അല്ല ഞാനിങ്ങനെ എന്റെ ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കല്ലേ. എന്റെ പേര് പറഞ്ഞില്ല, നിങ്ങളുടെ പേരിട്ട് ചോദിച്ചില്ല. എന്റെ പേര് കൃഷ്ണനുണ്ണി, പട്ടാമ്പിയ രാജ്യം. എന്താ പേര്? ഞാൻ നന്ദ. നന്ദ നന്ദ നന്ദൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് ഇടുന്ന പേരാ. നിങ്ങൾ മലയാളിയല്ലേ? ജന്മം കൊണ്ട്. ഇപ്പൊ നാട്ടിലാരില്ല. സത്യത്തിൽ ഞാൻ കേരളം കണ്ടിട്ടേ ഇല്ല. എന്താ ഇപ്പോ അങ്ങനെ കാണാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഡ്രൈവർ റൈറ്റ്. ഓ ಲೆಫ್ಟ್ ಸೈಡ್ ಸ್ಟಾಪ್ ಮಾಡು. ಸ್ಟಾಪ್ ಸ್ಟಾಪ್. ಚೇಂಜ್ ನೀನೇ ಇಟ್ಟುಕೋ. എന്നാ ഞാനങ്ങനെ ഇതിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. മറ്റു ജോലിയൊന്നും ശരിയായില്ലെങ്കിൽ വിളിക്കൂ. ഞാൻ കൂടി ശ്രമിക്കാം. വലിയ ഉപകാരം. ഞാൻ കാശ് കൊടുത്തു കേട്ടോ. അയ്യേ അത് സാരില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ എന്നാ പോവാ. കബി കബി ಏನಮ್ಮ ಏನ್ ಬೇಕು ನಿನ್ಗೆ? അയാളെവിടെ? ಒಳ್ಳೆ ಗ್ರಾಹಕಿ ಸಿಕ್ತು. അതെ പിന്നെ ഓർത്തപ്പോഴാ ഇനിയിപ്പോ ഈ രാത്രിയില് ബസവും കൂടി വരെ പോയിട്ട് എന്തിനാ? വിരോധം ഇല്ലാച്ചാല് ഈ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ. എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളല്ലേ എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തത്? ടെൽ മീ, ഹു ആർ യു? സോറി, ഇനി ഞാൻ വിളിക്കുന്നില്ല. ഞാൻ ആ ഫോട്ടോസ് എടുത്തത്. എന്തിന്? ആരാ നിങ്ങള്? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. നീൽ കമൽ എന്ന അഡ്വർടൈസിംഗ് കമ്പനിയുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ. പേര് രഘുപതി. എന്റെ ക്യാമറ വളരെ സെൻസിറ്റീവാണ്. എന്റെ മനസ്സും അങ്ങനെ ക്ലിക്ക് ചെയ്തു ഒന്നല്ല ഒരുപാട് തവണ.
അതിന്റെ കോപ്പീസ് നേരിട്ട് കയ്യിൽ കൊണ്ട് തന്നെന്ന് കരുതിയതാ. പിന്നെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാ ഡോറിൽ കൊണ്ടിട്ടിട്ട് പോയത്. ഞാൻ ക്ഷമയിക്കുന്നു. വരട്ടെ, സമയം ഒരുപാടായി. ബസ്സവും കൂടി വരെ പോണം. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ആള് ഭയങ്കര കക്ഷിയാണല്ലോ. ആ, ആരും വീണുപോകും വാചകത്തില്. അത്ര നാച്ചുറൽ ആയിട്ടാ വെച്ച് കാച്ചുന്നത്. എന്തായാലും ഒരു കാര്യം സൂക്ഷിക്കണം. ആളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, വർക്ക് ചെയ്യുന്നത് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ. ഈ ഫോട്ടോഗ്രാഫ്സ് നാളെ അയാൾ വല്ല പരസ്യത്തിന് ഉപയോഗിച്ചാലോ? ഇത്രയൊക്കെ കള്ളത്തരം കാണിക്കുന്ന ഒരുത്തൻ അതിന് മടിക്കില്ല. വല്ല സാനിറ്ററി നാപ്കിന്റെയും പരസ്യത്തിൽ നാളെ നിന്റെ ഫോട്ടോ കണ്ട പിന്നെ എന്ന പേരെ ഞാൻ അവനൊന്ന് കൊടുക്കും. നോക്ക്, അവന്റെ ഓഫീസിൽ ചെന്ന് ആ ഫോട്ടോഗ്രാഫ്സിന്റെ നേറ്റീവ് തിരിച്ചു വാങ്ങുന്നത് നല്ലത്. അത് അവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം പേടിക്കണം. യു ആർ കറക്റ്റ്. നാളെ ഞാൻ പോവാം. നീൽ കമൽ, അതാണ് ഏജൻസിയുടെ പേര്. Hello, Neil Kamal. May I know who's on the line? Yes. Sir, there's a call for you. Can I help you? I'd like to meet Mr. Raghupati. You mean a photographer? Yes, Please sit, I'll call him. thank you. There's a visitor for you, sir. ഹലോ, ഐ എം രഘുപതി. Sorry, but I'm looking for Raghupati. He's a Malayali. ഞാനും മലയാളിയാണ്. Oh, പക്ഷേ വേറൊരാൾ രഘുപതി ഇവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. നീൽക്കമലിൽ ഞാനെന്ന രഘുപതി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാംഗ്ലൂരിലെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലും ഒരു രഘുപതിമാരും വർക്ക് ചെയ്യുന്നില്ല. ഐ മീൻ ഫോട്ടോഗ്രാഫറായിട്ട്. എന്താ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? സോറി, എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. സോറി ഫോർ ദ ട്രബിൾ. ഹലോ, ഞാനാണ്. യു ചീറ്റ്. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കാണല്ലേ? ലുക്ക്, ഇനി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലേ തന്റെ തമാശ തീരൂ. ഇതാണ് അതിന്റെ കുഴപ്പം. മനോഹരമായ മൂക്കിന്റെ അറ്റത്ത് കോപം കൊണ്ട് നടക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞാലും അത് പെശകാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന നിങ്ങൾ എന്തിന് എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു? ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഫോട്ടോഗ്രാഫിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഇല്ല, ബന്ധമില്ല. പക്ഷേ ഞാനൊരു കലാകാരനായി പോയത് എന്റെ തെറ്റാണെങ്കിൽ ആ തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നു. നിങ്ങൾ ആരാ? എന്റെ പേര് മോഹൻ തരകൻ. തരകൻസ് കൺസ്ട്രക്ഷൻ സിറ്റിയിലെ നമ്പർ 1 ആണ്. നഗരത്തിന്റെ പുതിയ മുഖം പണിയുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ മീൻസ് ഞാനും എന്റെ സ്റ്റാഫും. പുതിയ കള്ളം അല്ല, ഒരുപാട് പഴയ സത്യം. വിശ്വാസമാവില്ല എന്ന് എനിക്കറിയാം. എന്ത് കുന്തായാലും എനിക്ക് ആ ഫോട്ടോസിന്റെ നെഗറ്റീവ്സ് വേണം. തരാമല്ലോ. പക്ഷെ ഇന്നും നാളെയൊക്കെ ഞാൻ വളരെ ബിസിയാണ്. ബിസി എന്ന് പറഞ്ഞാൽ നന്ദന്റെ വീട്ടിലേക്ക് വരാൻ. ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ വരാം നിങ്ങളുടെ ഓഫീസിലേക്ക്. യു ആർ വെൽക്കം. ഞാൻ ഓഫീസ് നമ്പർ തരാം, ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് വരൂ. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നല്ലേ? സഹിച്ചോളാം. നമ്പർ തരൂ. 564636. ഓ, കാത്തി വളരെയധികം ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു. Sorry, sir. നൈസ്. എവിടുന്ന് വാങ്ങിച്ചതാണ്? It's for me. Yes, ഞാൻ തന്നെ. ഇപ്പൊ സംശയം മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ അല്പം ബിസിയാണ്. ആഫ്റ്റർനൂൺ വിളിക്കുമല്ലോ പ്ലീസ്. വിളിക്കുമെന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. Who, sir? കഭി കഭി. നീ വിളിച്ചപ്പോ അയാൾ തന്നെ എടുത്തത്? പിന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഒരു പെൺകുട്ടി, സെക്രട്ടറിയോ മറ്റോ, ഈവനിങ്ങിൽ താജിലെ റെസ്റ്റോറന്റിൽ കാണാന്ന് പറഞ്ഞു. ആള് ഭയങ്കര ബിസിയാണത്ര. എന്തോ എനിക്കിപ്പോഴും സംശയം വിടുന്നില്ല. നീ ആ നമ്പർ ഡയറക്ടറിയിൽ നോക്കിയോ? നോക്കിയെന്നേ. തരകൻസ് കൺസ്ട്രക്ഷന്റെ നമ്പർ അത് തന്നെയാണ്. എന്തായാലും ഈ പ്രാവശ്യം കൂടി നമുക്കൊന്ന് നോക്കാം. എനിക്ക് മനസ്സിലാവാത്തത് നിന്റെ ഈ ക്യൂരിയോസിറ്റിയാ. ഇതിങ്ങനെ കയറി ഡെവലപ്പായ നല്ല സ്റ്റൈലും റൊമാൻസിന് വകയുണ്ട്. ഏയ്, ഇത് നന്ദയാ. ഒരു എന്താ ഇപ്പൊ പറയാ, ആരാ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതുണ്ട്. അത്രയും മാത്രം. എന്തായാലും കക്ഷി കൊള്ളാം.
നിന്നെ ശരിക്കും ഇട്ട് കറക്കില്ലേ? റിസപ്ഷനിൽ ചോദിച്ചാലോ? അതാ നല്ലത്. ചിലപ്പോ ഏൽപ്പിച്ചു കാണും. നീ ഇരിക്കാം. ഹലോ ഡോക്ടർ. ഹലോ. എന്താ ഇവിടെ? വെറുതെ ഒരാളെ കാണാൻ. മനസ്സിലായില്ല? പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങളാണോ മിസ്റ്റർ തരകൻ? മോഹൻ തരകൻ? അയ്യോ അല്ല, എന്റെ പേര് ഖൊമേനി എന്നാണ്. അയത്തുള്ള ഖൊമേനി. കേട്ട് കാണും. ആരെയാ നോക്കുന്ന? ഒരാൾ ഇങ്ങോട്ട് കയറി ഹെഡ് ചെയ്തു. മനസ്സിൽ മുഴുവൻ ആ മനുഷ്യനായതുകൊണ്ട് ഞാൻ ചോദിച്ചു തരകനാണോന്ന്. അല്ലാന്ന് പറഞ്ഞെങ്കിലും അയാള് അത് കള. നമ്മുടെ കക്ഷി റൂമിലുണ്ട്. ലൈൻ ബിസി ആയതുകൊണ്ട് റിസപ്ഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. റൂമിലുണ്ടെന്ന് പറഞ്ഞോ? അതേനെ. അങ്ങനെ നമ്മൾ അയാളെ വിശദമായി മീറ്റ് ചെയ്യാൻ പോകുന്നു. മിസ്റ്റർ മോഹൻ തരകൻ. യെസ്, മോഹൻ തരകൻ ഹിയർ. കണക്ട് മീ പ്ലീസ്. ഹലോ ഹലോ, അപ്പച്ചനാന്നോ? ഞാനാ മോഹനാ. അതെ, ബാംഗ്ലൂരിൽ നിന്നാ. അപ്പച്ചോ, തോമസ് ഊട്ടിയുടെ കൊടുത്തയക്കാന്ന് പറഞ്ഞ കാശ് വന്നില്ലല്ലോ. ഇച്ചിരി ടൈറ്റാ. എപ്പോ ലൂസാകുന്നു? അപ്പച്ചൻ എന്തിനാ അങ്ങനെ പേടിക്കുന്നേ? വൈകാതെയാണെങ്കിൽ എത്തിച്ചേക്കാന്നേ. ഇതെന്നാ പറച്ചില്ല? വാക്കാന്നേ. അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്താട്ടെ. സുഖാ. അമ്മച്ചി, 4 പേര് കഴിഞ്ഞ് പോയോ? എന്താ വത്സമ്മ വന്നിട്ടുണ്ടോ? അതും പേരാ? നടക്കട്ടെ നടക്കട്ടെ. പിന്നെ അലിമാരൊക്കെ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് അയച്ചേക്കല്ലേ. പിന്നെ അപ്പച്ചനോട് കട്ടായി. വല്ല മാർവാടിയായിട്ടുള്ള ഇടപാടാ നല്ലത്. അപ്പനാന്ന് പറഞ്ഞിട്ടെന്താ, കാശിന്റെ കാര്യത്തിൽ മഹാ കഞ്ചൂസാ. അപ്പൊ ഐസക്ക് എന്താ പറഞ്ഞേ? അതിന് എന്നെ ഒന്നും പറയാൻ അനുവദിച്ചില്ലല്ലോ. ഐസക്കേ, ഒരു മിനിറ്റ്. ഹലോ, ഞാൻ നന്ദയാണ്. പിടി കിട്ടിയില്ല കേട്ടോ. വേണ്ട, ശബ്ദം മാറ്റി ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ താഴെ റിസപ്ഷനിൽ നിന്നാ സംസാരിക്കുന്നത്. ഇതേതായി കൊച്ച്? നിങ്ങൾ ആരാ? ഏത് മുറിയാ വേണ്ടിയേ? എന്നതാന്ന് വെച്ചാ തെളിച്ചു പറ. നിങ്ങൾ ആ നെഗറ്റീവ് കൊണ്ട് താഴെ വരണം മിസ്റ്റർ. ഹലോ ഹലോ ഹലോ. വെച്ചോ. ഇതെന്താ കേസ് കേട്ടാ? നെഗറ്റീവോ? എന്താ? ആരാ വിളിച്ചേ? എന്താ ഐസക്കെ, എന്നാന്നറിയത്തില്ല. ഒരു പെങ്കൊച്ച വിളിച്ചേച്ച് ഏതാണ്ട് നെഗറ്റീവോ? നില്ലേ, ഞാനത് പോയി നോക്കിച്ചു വരാം. ഇതിനാണ് എങ്ങോട്ടാ മുങ്ങിയത്? എവിടെ പോകുന്നു? റിസപ്ഷൻ വരെ. എന്ത് കുരിശാന്നു. ഒരു പെങ്കൊച്ച് വിളിച്ചേച്ച് എന്തോ നെഗറ്റീവ് കൊണ്ട് എല്ലാം പറഞ്ഞു. അവക്ക് എന്തോ അസുഖമാണെന്ന് നോക്കട്ടെ. അല്ലേ അല്ലേ അല്ലേ. ആരാ സുനിലെ എന്നൊരു പെങ്കൊച്ച് വിളിച്ചത്? ഇവരാ സാർ. ഞാനാണ് മോഹൻ തരകൻ. സഹോദരിക്കാണോ എന്തോ നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞത്? അല്ല, സോറി സർ, ഐ മേഡ് എ മിസ്റ്റേക്ക്. എനിക്ക് ആളെ തെറ്റി. സോറി, ഐ എം റിയലി സോറി. അത് വലിയ സൗകര്യമാണല്ലോ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട്. മനുഷ്യനാണെങ്കിൽ ആ ടെൻഷൻ പുറത്ത് നിൽക്കുമ്പോഴാ. കണ്ടിട്ട് വലിയ അസുഖമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോറി മാഡം, ഇതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. എന്താ അത്? 2 റോൾ നെഗറ്റീവാ. ആര് തന്നു അത്? അയാളുടെ പേരെനിക്കറിയില്ല. പലരും പല പേരിലാ വിളിക്കണേ. അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ സ്ഥിരമായിട്ടൊരു പേര് അല്ലേ? നിങ്ങളിത് വാങ്ങും. എനിക്കൊരുപാട് ജോലി വേറെയുണ്ട്. ഇല്ല, നിങ്ങളിത് ഏൽപ്പിച്ചത് ആരാണെന്ന് അറിയാതെ എനിക്കിത് വേണ്ട. എന്താ പറയാ, നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. അയാൾക്ക് സിറ്റിയിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആളൊരു വിചിത്ര സ്വഭാവിയാ. ശരി, എനിക്കറിയോ. ഞാൻ വരട്ടെ, ഞാനൊരുപാടായി. കണ്ടോൺമെന്റ് റോഡിലുള്ള ഗംഗോത്രി, അതാ റെസ്റ്റോറന്റിന്റെ പേര്. ഞാൻ വരട്ടെ. പോന്നോ? ഇനി ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആളിന്റെ വായിന്നൂടെ വല്ലതും കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവാലോ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു കഥാപാത്രം. പിന്നെ അയാളെ തേടിപ്പോ. ഇല്ല, എന്റെ മനസ്സ് പറയുന്നു അവിടെ അയാളുണ്ടാവും. ഒരു തവണ കൂടി പ്ലീസ് വിമല. ഞാൻ വരാം. പക്ഷേ ഒരു ചോദ്യത്തിനും കൂടി എനിക്ക് ഉത്തരം കിട്ടണം. സത്യം പറയും, ഇത്രയൊക്കെ ഇട്ട് കറക്കിയിട്ടും അയാളെ കാണണം, ആരാണെന്ന് അറിയണമെന്നുള്ള വാശി എന്താ കാര്യം? പിടിതരാതെ ഒഴിഞ്ഞു മാറുമ്പോ, പുറകെ ഓടി തളരുമ്പോ എനിക്ക് പിന്തിരിയാനല്ല തോന്നുന്നത്.
മാരീജന്റെ കഥയുണ്ട്. മാനായി വന്ന് സീതയെ വഞ്ചിച്ചു. അറിയോ അത്? നോക്കാം.